എല്ലാവർക്കും UK എഡ്യൂസോണിൻ്റെ കൊമേഴ്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളൊരു പാർട്ടാണ്. ഇത് പറയുന്നതിന് മുൻപ് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത് ട്രേഡിംഗ് റിസൾട്ട്, അതായത് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾക്ക് അറിയുന്നതാണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പം അതിൽ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് റിസൾട്ട് കാണിക്കുന്ന അക്കൗണ്ടിനെയാണ് ട്രേഡിംഗ് റിസൾട്ട് കാണിക്കുന്ന അക്കൗണ്ടിനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു 15,000 രൂപക്കാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ആ 15,000 രൂപക്ക് ഞാൻ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്തത് 20,000 രൂപക്ക് വിൽപ്പന നടത്തുന്നു. സെയിൽസ് നടത്തുന്നത് 20,000 രൂപക്കാണ്. അപ്പോൾ ഇവിടെയുള്ള ട്രേഡിംഗ് റിസൾട്ട് എത്രയായിരിക്കും? ട്രേഡിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ്, അതായത് 5,000 രൂപയാണെന്ത് ഇവിടെയുള്ള ട്രേഡിംഗ് റിസൾട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ പറയാം ഇവിടെയുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5,000 രൂപയാണ് പ്രോഫിറ്റ്. കാരണം 15,000 രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങിക്കുന്നു, അത് 20,000 രൂപക്കാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇവിടെ 5,000 ഉള്ള എമൗണ്ട് എന്ന് പറഞ്ഞത് ട്രേഡിംഗ് റിസൾട്ടായിട്ടുള്ള പ്രോഫിറ്റാണ്. ഇനി ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഈ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ എക്സ്പെൻസസും പർച്ചേസുമായിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓൾ എക്സ്പെൻസസ് ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് പർച്ചേസ് ഓർ പ്രൊഡക്ഷൻ, അതൊക്കെ ഏതിൻ്റെ ഭാഗമാവും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഭാഗമാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്യാരേജ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഉണ്ട്. ക്യാരേജ് ഓൺ പർച്ചേസ് എന്നുള്ളത്. ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അത് ക്യാരേജ് ഇൻവേർഡാണ്. ക്യാരേജ് ഓൺ പർച്ചേസ്. ഇപ്പോൾ ക്യാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട്, ഒരു 1,000 രൂപ എന്ന് പറഞ്ഞിട്ട് ക്യാരേജിൻ്റെ എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ക്യാരേജിൻ്റെ എമൗണ്ട് 1,000 രൂപയുണ്ട്. ഇപ്പോൾ 1,000 രൂപ എങ്ങനെയായിരിക്കും? പെയ്ഡ് ഓൺ ദ ഗുഡ്സ് പർച്ചേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂവിനകത്ത് എന്ത് വരും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ ഇവിടെയുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? പർച്ചേസാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതിനോടുകൂടി 1,000 രൂപ കൂടി കൂടും. അതായത് ഇവിടെയുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ 16,000 രൂപയാകും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ വാല്യൂ ആ ഒരു സന്ദർഭത്തിൽ 20,000 മൈനസ് 16,000, അതായത് പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 4,000 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഇവിടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡയറക്റ്റ്ലി അസോസിയേറ്റുള്ള എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ കൂടുകയും അത് പ്രോഫിറ്റ് കുറക്കുകയും ചെയ്യുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് എന്താണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതോടൊപ്പം തന്നെ എങ്ങനെയാണത് വരുന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റിവീൽ ചെയ്യുന്ന എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചുരുക്കി പറയുകയാണെങ്കിൽ എക്സസ് ഓഫ് നെറ്റ് സെയിൽസ് ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സസ് ഓഫ് നെറ്റ് സെയിൽസ് ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിൻ്റെ ഒരു സെൻറ്റൻസ് ആക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. എക്സസ് ഓഫ് നെറ്റ് സെയിൽസ് ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പിന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇഫ് ദ വാല്യൂ ഓഫ് ദ നെറ്റ് സെയിൽസ് ഈസ് ബിലോ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ദെൻ ദ റിസൾട്ട് വിൽ ബി. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ ഉള്ളത് 10,000 രൂപയാണ്. നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ ഉള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ ഉള്ളത് 8,000 രൂപയാണ്. അപ്പോൾ എത്രയായിരിക്കും? 2,000 രൂപയായിരിക്കും ഇവിടെ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് GP എന്ന് പറഞ്ഞാൽ 2,000 രൂപയായിരിക്കും.
ഇനി നേരെ മറിച്ചിട്ട് ഇവിടെ നേരെ റിവേഴ്സാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഫിഗർ വരും, അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ലോസ് ആയിരിക്കും വരുന്നത്. അതായത് നമുക്കൊരു ഫോർമുല രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു, ഞാൻ ഷോർട്ടാക്കിയിട്ട് മാത്രമേ എഴുതുന്നുള്ളൂ, ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ ഇവിടെ നെറ്റ് സെയിൽസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പം റിട്ടേൺഡ് എമൗണ്ട് കുറച്ചിട്ടുള്ളതാണ് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫിഗറാണ്. അപ്പോൾ എന്താണ് ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺഡ് വാല്യൂ കുറച്ചിട്ടുള്ളതാണ് നെറ്റ് സെയിൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ എന്തായിരിക്കും, ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസും വരും, ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നെറ്റ് സെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെറ്റ് പർച്ചേസും പറയാം. എന്തായിരിക്കും, ടോട്ടൽ പർച്ചേസിൽ നിന്ന് പർച്ചേസിന് റിട്ടേൺഡ് എമൗണ്ട് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും നെറ്റ് പർച്ചേസ് എന്നുള്ളത്. അപ്പോൾ നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺഡ് എമൗണ്ട് ആയിരിക്കും നെറ്റ് പർച്ചേസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള കാര്യം വരക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ആദ്യം പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത്. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരക്കുന്നത്, ആദ്യം ഇതിൻ്റെ ഹെഡിങ് വരും, പിന്നെ എന്താണ് പർട്ടിക്കുലേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ വരും. ഞങ്ങളുടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം ഇവിടെ എഴുതുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതോടൊപ്പം തന്നെ അതിനോട് നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുന്നു. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഈ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു വാല്യൂ നമ്മൾ ഇവിടെ എഴുതുന്നു. ഒന്നുകിലത്തെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്ലസ് ആയിട്ട് എഴുതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതിയിട്ട് ഓരോ ഫിഗറും ഇവിടത്തേക്ക് എഴുതി വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ ആയിരിക്കും, ഈ ഒരു ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ് എന്നുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ ഈ ഒരു വാല്യൂ നമ്മൾ പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ്. ഈ ഒരു വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. എന്തൊക്കെയായിരിക്കും നമ്മൾ കുറക്കുന്നുണ്ടാവുക, അതിനകത്ത് നമ്മളിപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. മറ്റേത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിലാണ്. അതിൽ നിന്ന് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത്. ഇനി ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ വാല്യൂ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്. അതിപ്പം നെറ്റ് സെയിൽസാണ് കൂടുതലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് സെയിൽസാണ് കൂടുതൽ. ഇപ്പോൾ നെറ്റ് സെയിൽസ് ഉള്ളത് ഒരു 1000 രൂപയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 600 രൂപയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ള വാല്യൂ പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. അതെന്തായിരിക്കും, അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ഗ്രോസ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളൊരു ഭാഗം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. തൊട്ട് മുമ്പുള്ള ഇക്വേഷൻ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് പഠിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഒരു കാര്യം. പിന്നെ അതിൽ നെറ്റ് പർച്ചേസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്നുള്ള ഒരു ഭാഗം.
അത് നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഒന്ന് വരക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കോമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമാണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യും. താങ്ക് യു.